നമസ്കാരം. വയനാട് മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവനന്തപുരം കളക്ട്രേറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ കളക്ഷൻ സെന്റർ തുറന്നു. ദുരിതബാധിതർക്ക് സഹായമായി സാധനങ്ങൾ വാങ്ങിയവർക്ക് കളക്ഷൻ സെന്ററിൽ എത്തിക്കാൻ കഴിയും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സെന്റർ പ്രവർത്തിക്കുക. പഴയ വസ്തുക്കൾ സ്വീകരിക്കില്ല. പുതിയതായി സാധനങ്ങൾ ആരും തന്നെ വാങ്ങേണ്ടതില്ല. ആവശ്യമുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കും. നിലവിൽ പുനരധിവാസത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാൽ മതി. ഇത് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജില്ലയിലെ കൺട്രോൾ റൂം നമ്പറായ 1077 വിളിക്കാം. അതേസമയം ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 164 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് മുതൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. മുണ്ടക്കയിലെ തകർന്ന വീടുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. ഈ പ്രദേശത്ത് നിലവിൽ 4 വീടുകളിൽ 8 മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തി. കസേരയിൽ ഇരുന്ന അവസ്ഥയിലും മൃതദേഹങ്ങളുണ്ട് എന്നതാണ് അതീവ ദയനീയമായ കാഴ്ച. എന്നാൽ തകർന്ന വീടിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കൽ ദുഷ്കരമാണ്. വടം കെട്ടി വലിച്ചാണ് വീടുകളുടെ മേൽക്കൂര മാറ്റുന്നത്. നിലവിൽ ഒരു മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മുണ്ടക്കയിൽ മാത്രം 400-ലധികം വീടുകൾ പഞ്ചായത്തിൻ്റെ രജിസ്റ്ററിൽ ഉണ്ട് എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിലിപ്പോൾ 30-ലധികം വീടുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. അതേസമയം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അല്പസമയത്തിനകം ആരംഭിക്കും. രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് സംസ്കാര ചടങ്ങുകളും പുരോഗമിക്കുന്നുണ്ട്. മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ, കാപ്പംകൊല്ലി ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ, നെല്ലിമുണ്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ എന്നിവിടങ്ങളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പ് പുരോഗമിക്കുകയാണ്. നിലമ്പൂരിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ 2.5 മണിക്കൂറിനകം മേപ്പാടിയിൽ എത്തിക്കും. ഇന്നലെ രാത്രി നിർത്തിയ രക്ഷാപ്രവർത്തനം രാവിലെ 6 മണിയോടെയാണ് സൈന്യം വീണ്ടും ആരംഭിച്ചത്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം രക്ഷാദൗത്യം തുടരുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കൂടുതൽ സൈന്യം അല്പസമയത്തിനകം എത്തും. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണന. സൈന്യത്തിന് പിന്തുണ നൽകി സന്നദ്ധ പ്രവർത്തകരും കൂടെയുണ്ട്. 200-ലധികം പേരെ കാണാനില്ല എന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ 98 പേരെ കാണാനില്ല എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത്. 20 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യം ഇന്നലെ രാത്രിയോടെയാണ് അവസാനിച്ചത്. ദുരിതബാധിതർക്കായി ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 3000-ലധികം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഭക്ഷണപ്പൊതികളുമായിട്ടാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയത്. പുഴയിൽ തെരച്ചിലിന് നാവികസേനയുമുണ്ട്. എന്നാൽ ഇന്ന് താൽക്കാലിക പാലത്തിലൂടെ കൂടുതൽ പേരെത്തും. മുണ്ടക്കയിൽ ജീവനുള്ളവരെ എല്ലാം കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു. ഇതോടെ രക്ഷാപ്രവർത്തകർക്ക് കൂടുതലായി ദുരന്തമുഖത്തേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. തകർന്ന വീടുകളിൽ നിന്നും നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെത്തുന്നത്. പുഴയിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും മൃതദേഹം കണ്ടെത്തുന്നുണ്ട്. മരണസംഖ്യ പ്രാഥമികമായി തന്നെ 200-നപ്പുറം കടക്കുമെന്നാണ് വിലയിരുത്തൽ. വീടിനുള്ളിൽ അകപ്പെട്ടവരെയും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കുന്നതിനായിരുന്നു ഇന്നലെ പ്രഥമ പരിഗണന. അതിനാൽ തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടിരുന്നു എങ്കിലും പുറത്തേക്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. തുടർന്ന് പല മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ഈ പ്രദേശങ്ങളിലാണ് ഇന്നിപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച ചൂരൽമലയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ 500-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായിട്ടാണ് താൽക്കാലിക പാലം നിർമ്മിച്ചത്. ബെയിലി പാലത്തിനായുള്ള നീക്കങ്ങൾ തുടരുകയാണ്. ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും 211 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. രാവിലെ വരെ 156 മരണങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ അത് 164 ആയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനുള്ള ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികൾ അല്പസമയത്തിനകം ദുരന്തഭൂമിയിലെത്തും. പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സാധിക്കും.